ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെള്ള മസാല കടലയും ക്യാബേജും വെച്ചിട്ട് തോരനായിട്ടാണ്. ഒരു 1/4 കപ്പ് വെള്ള മസാല കടലയാണ്. അത് ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അത് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് ചെറുതായി ഒന്ന് വേവിച്ച് എടുക്കണം. കൂടുതലായി വേവിക്കുകയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് അവിടുന്ന് വെന്ത് വരട്ടെ. വെള്ളക്കടല അവിടുന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാനൊരു കടായി സ്റ്റൗ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മസാലകൾ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടിരുന്നു. ഈ കടായിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊക്കെ അവിടുന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നീട് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്. അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. പിന്നീട് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ച ഒരു 1/4 കപ്പല്ല 1/4 ബൗളാണ് ക്യാബേജ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതവിടുന്ന് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇത് മൂടി തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെ നല്ല മണം വരുന്നുണ്ട്. ക്യാബേജിൽ ഇഞ്ചി മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ്. അത് ക്യാബേജിൻ്റെ ഒരു മണമുണ്ടല്ലോ, അത് ഇഞ്ചി ചേർത്താൽ അത് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇഞ്ചി ചേർക്കണമെന്ന് പറയുന്നത്. എൻ്റെ ചാനൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ക്യാബേജും ക്യാരറ്റും വെച്ചുള്ള തോരനാണ് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കയറി കാണണേ. അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള തോരനാണത്. അതുപോലെ ഇതും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. പിന്നീട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച വെള്ള മസാല കടലയുണ്ടല്ലോ, മഞ്ഞളും ഉപ്പും കൂടി വേവിച്ച് വെച്ച വെള്ള മസാല കടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പാണ്. അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് നമുക്ക് 1 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നീട് മൂടി തുറന്ന് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് ഒരു ജീരകത്തിൻ്റെ പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് മല്ലിയില തൂവി കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വെള്ള മസാല കടലയും ക്യാബേജും വെച്ചുള്ള തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുവാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.